വചനവയലൊരുക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 72-ാം പാഠം തുടർച്ച. എന്നാൽ നമ്മുടെ മലങ്കരയിൽ യൂറോപ്പിലുള്ളതുപോലെ പള്ളിക്ക് പസാരവും മറ്റും ആരും കൊടുത്തു വരുന്നില്ല എന്ന് നിനക്ക് നന്നായി അറിയാമല്ലോ. നമ്മുടെ മാർത്തോമാ മെത്രാന് റോമായിൽ നിന്ന് മറ്റെവിടങ്ങളിൽ നിന്നോ ആരും മാസപ്പടി അയച്ചു കൊടുക്കുന്നില്ല. കച്ചവടം ചെയ്ത് ജീവിക്കുവാൻ അദ്ദേഹത്തിന് കഴിയില്ല. യൂറോപ്പിലും മറ്റു പല രാജ്യങ്ങളിലും നീയും നിന്റെ കൂട്ടരും ചെയ്തു വരുന്നത് പോലെ വീടാന്തരം നടന്ന് തിണ്ടുവാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല എന്ന കാര്യവും നിനക്കറിയാമല്ലോ. പിന്നെ അദ്ദേഹം എങ്ങനെ ജീവിക്കും? നിന്നോട് ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹവും മനുഷ്യനല്ലേ? വിശപ്പും ദാഹവുമില്ലേ? ബലിപീഠത്തിൽ വേല ചെയ്യുന്നവൻ ബലിപീഠം കൊണ്ട് ജീവിക്കണമെന്ന ദൈവകൽപ്പനയുണ്ടെന്ന് നിനക്കറിയാമല്ലോ. ആത്മീയ കാര്യങ്ങളിൽ സേവനം ചെയ്യുന്നവൻ ഉണ്ണാനും ഉടുക്കുവാനുമുള്ള വസ്തുക്കൾ ലോകരിൽ നിന്ന് സ്വീകരിക്കുന്നത് ന്യായമാകുന്നുവെന്ന് ദൈവശാസ്ത്രത്തിൽ അല്പമെങ്കിലും പരിചയമുള്ളവർ സമ്മതിക്കും. നമ്മുടെ കർത്താവിൻ്റെ സ്ലീഹന്മാരും പഴയ കാലങ്ങളിൽ വിശുദ്ധ മെത്രാന്മാരും ജനങ്ങൾ നൽകുന്ന കാഴ്ചകൾ സ്വീകരിക്കുകയും അതുകൊണ്ട് ജീവിക്കുകയും ചെയ്തു പോന്നു. ഇതുപോലെ നമ്മുടെ മാർത്തോമാ മെത്രാനും തൻ്റെ ജനങ്ങൾ സ്വമനസാ തനിക്ക് നൽകുന്ന കാഴ്ചകൾ കൊണ്ട് കഴിഞ്ഞു വരുന്നുവെന്നല്ലാതെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ ജനങ്ങളോട് നിർബന്ധിച്ച് ഒന്നും വാങ്ങാറുമില്ല.